നല്ല നാടൻ ചെമ്മീൻ വരട്ടിയത് ഉണ്ടാക്കിയാലോ. ഒരുപാട് നമുക്ക് റെസിപ്പിയൊന്നും കാണാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടൊരു നാടൻ ചെമ്മീൻ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ചപ്പാത്തി, ചോറ്, അതുപോലെ തന്നെ വെള്ളയപ്പം അതിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 3-4 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 12 ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വരട്ടിയതിൽ ചെമ്മീൻ വരട്ടിയതിൽ നമ്മുടെ ഈ ഒരു ചെറിയുള്ളി മസ്റ്റാണ്. അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സൈസിലുള്ള തക്കാളി വേണം. നല്ല പഴുത്തിട്ടുള്ള അത്യാവശ്യം വലിയൊരു തക്കാളി വേണം. അപ്പോൾ അത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. വലിയ ജീരകയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുരുമുളകാണ്. അപ്പോൾ 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അതില്ലെങ്കിൽ 1 ടീസ്പൂൺ പൊടിയായാലും മതിയാവും കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം സാധാരണ നമ്മളെ നോർമൽ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 3 ടീസ്പൂൺ കാശ്മീരി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പകുതിയായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ ഒരു അരപ്പ് മാത്രമേ നമ്മൾ ഈ ഒരു വരട്ടിയതിലേക്ക് ചേർക്കുന്നുള്ളൂ. അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു വലുപ്പത്തിലുള്ള 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഈ ഒരു ചെമ്മീനിലേക്ക്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് തന്നെ. അതിനുശേഷം 1/2 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ഈ ഒരു മസാല കുറച്ചെങ്കിലും ചെമ്മീനിലേക്ക് പിടിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ വരെ വെക്കാം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതാ പെരക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് ഈ ഒരു ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ വളരെ പെട്ടെന്ന് വെന്തും കിട്ടും. അതുപോലെ തന്നെ ചെമ്മീനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു മസാല നന്നായിട്ട് നമ്മുടെ വറ്റിച്ച് വരികയും ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതുകൊണ്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്യും. അത് നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അടച്ച് വെച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഇത് തുറന്ന് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അത് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. അപ്പോഴേക്കും വെള്ളം നന്നായിട്ട് ഇറങ്ങി ഒന്ന് കുറുകിയിട്ട് വരും കേട്ടോ. അപ്പം കണ്ടോ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വരട്ടിയെടുക്കാം. അപ്പോൾ ഇത് ചട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂടിൽ തന്നെ നന്നായിട്ടൊന്ന് വരണ്ട് ഇട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഗ്രേവി മതിയെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അപ്പം കണ്ട ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു വരട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളി ടേസ്റ്റാണ്. അവസാനമായിട്ട് ഒരു 2 പിടി മല്ലിയിലയും കൂടി അതിൻ്റെ മേലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെമ്മീൻ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്യാം. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മനൂസ് വേൾഡ്. താങ്ക്